ഇറ്റ് ഈസ് ആക്ച്വലി ദിലീപിൻ്റെ പേരിൽ ഇതുവരെ യാതൊരു എവിഡൻസും കളക്ട് ചെയ്തിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്യാനാണ്. ഉടനെ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഹി വാസ് അറസ്റ്റഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞത്. ബിക്കോസ് ഐ ന്യൂ ഇറ്റ് വാസ് എന്താ പറയുന്നത് പ്രോപ്പർലി നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് പാർട്ട് ഓഫ് ദ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ദിലീപിനെ പ്രതിയാക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ കാര്യം അല്ല, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി ആസ്പെക്റ്റാണ് അതിൽ ഉണ്ടാക്കാവുന്ന ഒരു പബ്ലിസിറ്റി ആസ്പെക്റ്റാണ് ഇത്ര വലിയൊരു നടനെ പിടികൂടിയിരിക്കുന്നു. അതായത് ഒരു കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് നടത്തി പ്രതികാരം തീർക്കുന്നു. അപ്പം തന്നെ ഞാൻ ഇത് ചോദിച്ചു, ആക്ച്വലി അങ്ങനെ ഒരു കൊട്ടേഷൻ നടത്തുകയാണെങ്കിൽ ഒന്ന് വാട്ട് ഈസ് ഹിസ് മോട്ടീവ്? അതെ, അപ്പോൾ അയാളുടെ കുടുംബം തകർത്തെന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ അതിൽ വരുന്നത്. ഇപ്പോൾ 2013 അയാൾ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നത്, എന്നിട്ട് 2017 നടത്തുന്നത്. ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചു. ഇതിനിടയ്ക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? അല്ല മാത്രമല്ല അത് മാത്രം അത് ആ സംഭവം കൊണ്ടാണല്ലോ അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റി. അതെ, വിഷയം ഉണ്ടായില്ലെങ്കിൽ ആക്ച്വലി കൊട്ടേഷനിൽ കൊടുക്കേണ്ട ഹി ഷുഡ് ഗിവ് സം ചോക്ലേറ്റ്സ് കൊടുക്കേണ്ടത് അല്ലേ? കാമുകിയെ കെട്ടാൻ പറ്റില്ലോ. അതെ അതെ. അപ്പം അങ്ങനെയാണ് വരേണ്ടത്. യാതൊരു ഇത് വരേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ മാത്രമല്ല ഈ 1 കോടി രൂപ കൊട്ടേഷൻ പറഞ്ഞിട്ട് 10,000 രൂപയാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അല്ല, ഈ 2017 വരെ, ഇത് 2013 പറയുന്നതല്ലേ പറയുന്നത്. 10,000 രൂപയാണ് കൊടുത്തത്. അങ്ങനെയൊക്കെ നടക്കുമോ? എൻ്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് സന്ധ്യ ആയിരിക്കും ഇതിനകത്ത് ഒരു വില്ലൻ റോൾ എടുത്തത്. അല്ല, അത് എനിക്ക് തോന്നുന്നു അത് ആ ഒരു സ്പീച്ച് ഇന്നലെ അയാൾ പറയുന്നുണ്ടല്ലോ, അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ കാര്യം എൻ്റെ പുറകിൽ വരുന്നത്. ഗൂഢാലോചനയുണ്ട്, അത് ഈ 6 പേര് തമ്മിലുള്ള ഗൂഢാലോചനയാണ്. അവരെല്ലാം കൃത്യമായിട്ട് ശിക്ഷിക്കാനുള്ള കൺവിക്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇനി സെൻറ്റൻസ് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ദിലീപിൻ്റെ പേരിൽ ഇതുവരെ യാതൊരു എവിഡൻസും കളക്ട് ചെയ്തിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്യാനാണ്. ഉടനെ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഹി വാസ് അറസ്റ്റഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞത്. ബിക്കോസ് ഐ ന്യൂ ഇറ്റ് വാസ് എന്താ പറയുന്നത് പ്രോപ്പർലി നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് പാർട്ട് ഓഫ് ദ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ദിലീപിനെ പ്രതിയാക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ കാര്യം അല്ല, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി ആസ്പെക്റ്റാണ് അതിൽ ഉണ്ടാക്കാവുന്ന